ഹലോ ഗായ്സ്, അങ്ങനെ നമ്മളും ഫൈനലി വൈറലായിട്ടുള്ള ഇറാനി ചായയും ബൺ മസ്കയും ട്രൈ ചെയ്ത് നോക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് അൺസോൾട്ടഡ് ബട്ടർ, അതിനോടൊപ്പം തന്നെ മിൽക്ക് മെയ്ഡ്, പിന്നെ ഫ്ലേവറിനായിട്ട് 1 to 2 ഡ്രോപ്സ് ഓഫ് വാനില എസൻസ്. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം, ഒരു പേസ്റ്റ് പരുവത്തിനാക്കി എടുക്കണം. അതിനുശേഷം നമുക്ക് വേണ്ടുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണാണ്. ഞങ്ങളുടെ ഇവിടെ അടുത്തൊരു ബോർമയുണ്ട്, ഞാൻ ആ ബോർമയിൽ നിന്ന് വാങ്ങിയ ബണ്ണാണ്. അത് നല്ല സോഫ്റ്റും നല്ല ചൂടുമായിരുന്നു വാങ്ങിയ സമയത്ത്. എന്നിട്ട് ഞാനത് ചെറുതായിട്ട് ബട്ടറിലൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്തു. എന്നിട്ടാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച നമ്മുടെ ആ സ്പ്രെഡ് ഇതിലേക്ക് പുരട്ടി കൊടുക്കുന്നത്. എനിക്കൊരു അബദ്ധം പറ്റി, ഞാൻ ഈ ചൂട് ബണ്ണിനകത്തോട്ട് ആ സ്പ്രെഡ് പുരട്ടിയപ്പോൾ ചെറുതായിട്ടൊന്ന് മെൽട്ടായി വരാൻ തുടങ്ങി ആദ്യത്തെ ബണ്ണിൽ. പിന്നെ എനിക്ക് കാര്യം മനസ്സിലായി, ഞാൻ ബാക്കിയുള്ള ബണ്ണ് ചൂടാറിയതിന് ശേഷമാണ് പുരട്ടി കൊടുത്തത്. പിന്നെ നമുക്ക് ഇറാനി ചായ ഉണ്ടാക്കാനായിട്ട് നല്ല തിളപ്പിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് ഏലക്കായ പൊട്ടിച്ചത് 2-3 എണ്ണം ഇട്ട് കൊടുത്തു. പിന്നീട് നമ്മുടെ ചായപ്പൊടി ഇട്ട് കൊടുത്തു. അത് നമ്മൾ അടച്ച് വെച്ചിട്ടാണ് തിളപ്പിക്കുന്നത്, അപ്പോൾ ഒരു ദമ്മുഡ് ഫ്ലേവർ അതിലേക്ക് ഇറങ്ങും. അതിനുശേഷം നമുക്ക് പാലും മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ചിട്ട് മധുരത്തിനായിട്ടുള്ള മിൽക്ക് മെയ്ഡ് ഒഴിച്ച് നന്നായിട്ട് കുറച്ചൊന്ന് കുറുക്കിയെടുക്കണം. അതിനുശേഷം നമുക്കിത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഇറാനി ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ആദ്യം ചായ മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ചായയുടെ ഫ്ലേവർ ഒരു ദമ്മുഡ് ഫ്ലേവർ, എനിക്ക് നോർമൽ ചായയാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പം. പിന്നെ ബണ്ണ് വെച്ച് നോക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റാണെന്ന് ഫീൽ ചെയ്തു. പിന്നെ അവർ പറഞ്ഞത് അന്നേരം എനിക്ക് ഓർമ്മ വന്നത്, ഈ ബണ്ണ് നമ്മൾ ചായയിൽ ഡിപ്പ് ചെയ്താണ് കഴിക്കേണ്ടതെന്ന്. അങ്ങനെ കഴിച്ചപ്പം അടിപൊളി ടേസ്റ്റായിരുന്നു ഗൈസ്. ഇതുവരെ ഞാൻ ക്രീം ബണ്ണൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെ കഴിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു.